എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സത്യഭാമയുടെ വിവാദ പരാമർശത്തിന് മറുപടിയുമായിട്ട് സ്നേഹ ശ്രീകുമാർ വന്നിട്ടുണ്ട്. സ്നേഹ ശ്രീകുമാർ പറയുന്നത് ഇങ്ങനെയാണ്, പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അവർക്ക് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്നാണ് സ്നേഹ ശ്രീകുമാർ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ. കൂടാതെ കലാമണ്ഡലത്തിൽ അഡ്മിഷൻ പോയിട്ടില്ല എന്നും അവർക്ക് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്നുമാണ് ഈ സ്നേഹ ശ്രീകുമാർ പറയുന്നത്. ബോഡി ഷെയ്മിംഗ് അടക്കമുള്ള അധിക്ഷേപങ്ങൾക്ക് മറുപടിയായിട്ടാണ് സ്നേഹ ശ്രീകുമാർ ഇങ്ങനെയൊക്കെ പറയുന്നത്. ദീർഘകവിൾ മുരണ്ടു വരഞ്ഞിരിക്കുന്ന ഒരുത്തി എന്നൊക്കെയാണ്. അതുകൂടാതെ തന്നെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലും ഒക്കെ ഇടപെട്ടുകൊണ്ട് അധിക്ഷേപിച്ച ഈ കലാമണ്ഡലം സത്യഭാമയ്ക്ക് തക്കതായിട്ടുള്ള മറുപടി തന്നെയാണ് ഇപ്പോൾ സ്നേഹശ്രീമാർ കൊടുത്തിരിക്കുന്നത്. RV രാമകൃഷ്ണനെതിരെയുള്ള ഇതുപോലുള്ള സത്യഭാമയുടെ ഈ വിവാദ പരാമർശത്തിന് മുമ്പ് പ്രതികരിച്ചിരുന്നു ഈ സ്നേഹ ശ്രീകുമാർ. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ ഈ സത്യഭാമ ഈ സ്നേഹ ശ്രീകുമാറിനെ ഇതുപോലെ അധിക്ഷേപിക്കും. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് ഇപ്പോ ഈ സ്നേഹ ശ്രീകുമാർ സത്യഭാമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. സ്നേഹയോട് സത്യഭാമ ഇങ്ങനെയും പറയുന്നുണ്ട്: നല്ല കുടുംബത്തിൽ നല്ല പിതാവിനുണ്ടായ ഒരാളും തന്നെ കുറ്റം പറയില്ല എന്നൊക്കെയാണ് ഈ സത്യഭാമ പറയുന്നത്. അപ്പൊ സത്യഭാമ ഇപ്പൊ ഞാൻ എന്ത് പറയും? അങ്ങനെയാണെങ്കിൽ സത്യഭാമ ഇതുപോലുള്ള അധിക്ഷേപങ്ങൾ നടത്താൻ പാടുണ്ടോ? RV രാമകൃഷ്ണൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. RV രാമകൃഷ്ണനെ സത്യഭാമ അങ്ങനെ പറഞ്ഞത്. അപ്പൊ പിന്നെ അത് നമ്മൾ കൂടുതൽ പറയണ്ട അല്ലേ? നമ്മൾ വീണ്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളും കറവൊക്കെ നോക്കി കളിക്കണം. ആളും കറവ് നോക്കി കളിക്കാനുണ്ട്. സംസ്കാരം എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ നല്ല ഭാഷയിൽ സംസാരിക്കുള്ളൂ. തുടർന്ന് സ്നേഹ ശ്രീകുമാറിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഇവർക്ക് മറുപടി കൊടുക്കേണ്ട എന്നായിരുന്നു ആദ്യം ചിന്തിച്ചിരുന്നത്. അത് ശരിയാ, ഇവർക്ക് മറുപടി കൊടുത്തിട്ട് ഒരു കാര്യമില്ല. മറുപടി കൊടുത്തൊരു കാര്യമില്ല. പിന്നെ എന്ത് പറയണം? അത് സ്നേഹ ശ്രീകുമാർ പറഞ്ഞത് ശരിയാണ്. പിന്നെ ആയിരിക്കും തോന്നിയത് എന്തെങ്കിലും ഒന്ന് പറയാതിരുന്നിട്ടും കാര്യമില്ലല്ലോ. ഇവരിത് ചെയ്യുന്നത് ഒരു വട്ടമോ രണ്ടു വട്ടമോ അല്ല, അത് പല വ്യക്തികളെയും ഇവർ ചെയ്തിട്ടുമുണ്ട്. RV രാമകൃഷ്ണൻ ഉൾപ്പെടെ ചെയ്തിട്ടുമുണ്ട്. ഇപ്പൊ പിന്നെ ഇവർക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ആയിരുന്നു ഈ സ്നേഹ ശ്രീകുമാർ ചിന്തിച്ചത് എന്നാണ് സ്നേഹ ശ്രീകുമാർ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഇവർക്ക് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്, അല്ലാതെ ഇവർ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല എന്നും കൂടി സ്നേഹ ശ്രീകുമാർ പറഞ്ഞിരിക്കുന്നുണ്ട്. സാധാരണ മനുഷ്യർക്ക് ഒരു നിലവാരം വിട്ട് തരം താഴാൻ പറ്റില്ല എന്നും സ്നേഹ ശ്രീകുമാർ പറയുന്നുണ്ട്. അപ്പോൾ നല്ല നൈസായിട്ടുള്ള മറുപടി തന്നെയാണിത്. മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും, അത്രയേ ഉള്ളൂ. ആ രീതിയിൽ മറുപടി കൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് വിട്ടതാണെന്നും സ്നേഹകുമാർ പറയുന്നുണ്ട്. എന്തിനാണല്ലേ ഇവർക്കൊക്കെ മറുപടി കൊടുക്കുന്നത്? ഇവർക്കൊന്നും മറുപടി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്റെ ഒരു നിഗമനത്തിൽ ഇവർക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ: മറ്റുള്ളവരെ വിമർശിച്ച്, അനാവശ്യമായിട്ട് വിമർശിച്ച് സോഷ്യൽ മീഡിയയിൽ തനിക്കൊരു പേരുണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ കുറച്ച് ഒരു സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളെ കുറിച്ച് വിമർശിച്ചാണല്ലോ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നത്. അല്ലാതെ വെറും ഒരു കലാമണ്ഡലത്തിൽ പഠിച്ചിറങ്ങി എന്ന് വിചാരിച്ചിട്ടിപ്പോ ആരെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. അപ്പോ ഇതുപോലുള്ള ആളുകളെ വിമർശിക്കുക, അതും മോശമായ രീതിയിൽ വിമർശിക്കുക. ഇപ്പൊ ഇവർക്കൊന്നും മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഈ സ്നേഹ ശ്രീകുമാർ പറഞ്ഞതിൽ ഇവർ തെറ്റുമില്ല. കൂടാതെ ഇവർക്ക് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്, അല്ലാതെ ഇവർ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല എന്നും കൂടി സ്നേഹ ശ്രീകുമാർ പറഞ്ഞിരിക്കുന്നുണ്ട്. സാധാരണ മനുഷ്യർക്ക് ഒരു നിലവാരം വിട്ട് തരം താഴാൻ പറ്റില്ല എന്നും സ്നേഹ ശ്രീകുമാർ പറയുന്നുണ്ട്. അപ്പോൾ നല്ല നൈസായിട്ടുള്ള മറുപടി തന്നെയാണിത്. മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും, അത്രയേ ഉള്ളൂ. ആ രീതിയിൽ മറുപടി കൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് വിട്ടതാണെന്നും സ്നേഹകുമാർ പറയുന്നുണ്ട്. എന്തിനാണല്ലേ ഇവർക്കൊക്കെ മറുപടി കൊടുക്കുന്നത്? ഇവർക്കൊന്നും മറുപടി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്റെ ഒരു നിഗമനത്തിൽ ഇവർക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ: മറ്റുള്ളവരെ വിമർശിച്ച്, അനാവശ്യമായിട്ട് വിമർശിച്ച് സോഷ്യൽ മീഡിയയിൽ തനിക്കൊരു പേരുണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ കുറച്ച് ഒരു സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളെ കുറിച്ച് വിമർശിച്ചാണല്ലോ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നത്. അല്ലാതെ വെറും ഒരു കലാമണ്ഡലത്തിൽ പഠിച്ചിറങ്ങി എന്ന് വിചാരിച്ചിട്ടിപ്പോ ആരെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. അപ്പോ ഇതുപോലുള്ള ആളുകളെ വിമർശിക്കുക, അതും മോശമായ രീതിയിൽ വിമർശിക്കുക. ഇപ്പൊ ഇവർക്കൊന്നും മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഈ സ്നേഹ ശ്രീകുമാർ പറഞ്ഞതിൽ ഇവർ തെറ്റുമില്ല. സ്നേഹ ശ്രീകുമാർ പറയുന്നുണ്ട്, ആളുകൾ എന്നെ അറിയുന്നത് മണ്ടോദരി എന്ന പേരിൽ തന്നെയാണ്. ശരിയാണ്. എനിക്ക് പോലും ഈ നമ്മൾ മറിമായം കാണുന്ന ഒരാളായത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഇപ്പൊ കാണാറില്ലെങ്കിൽ മുമ്പ് ഒരുപാട് കാണാറുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു പ്രോഗ്രാം.
അപ്പോ ഈ ഒരു വ്യക്തിയുടെ പേര്, ഈ സ്നേഹശ്രീകുമാറിന്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ മണ്ടോദരി എന്നാണ് ആ ഒരു പേരാണ് എന്റെ വഴി വരുന്നത്. ഇപ്പോഴാണ് എനിക്ക് ഇതിന്റെ ഈ സ്നേഹശ്രീകുമാറാണ് യഥാർത്ഥ പേര് എന്ന് മനസ്സിലായത്. അപ്പോ എന്താ വെച്ചാൽ, നമ്മൾ അഭിനയിച്ച ഒരു കഥാപാത്രത്തിന്റെ പേരിൽ അറിയപ്പെടുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. അതൊന്നും ഈ സത്യഭാമയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ജനങ്ങളുടെ മനസ്സിൽ ഈ സ്നേഹശ്രീകുമാറിന് ഒരുപാട് സ്നേഹത്തോടെ ആളുകൾ വിളിക്കുന്നത് മണ്ടോദരി എന്ന ഷാപ്പിനൊക്കെ. അപ്പോ അങ്ങനെ അറിയപ്പെടുന്ന ആളുകളെ വെറുതെയെങ്കിലും ഒന്ന് വിമർശിച്ചാലല്ലേ നാലാളെ അറിയുള്ളൂ ഇതുപോലുള്ള ഈ സത്യഭാമനൊക്കെ. 15 വർഷമായിട്ട്, 1-2 വർഷമല്ല, 15 വർഷമായിട്ട് മറിമായം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മണ്ടോദരി എന്നുള്ള പേര് ആണ് എല്ലാവരുടെയും മനസ്സിലും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഈ സ്നേഹസുകുമാറിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പൊ അതിലൊക്കെ ഈ എന്താ പറയാ, സ്നേഹസുകുമാറിനെ അഭിമാനിക്കാൻ പറ്റും. കാരണം താൻ അഭിനയിച്ച ഒരു കഥാപാത്രത്തിന്റെ പേരിൽ അറിയപ്പെടുക എന്നുള്ളത് അതൊരു നല്ല കാര്യം. പിന്നെ സ്നേഹസുകുമാർ ഇങ്ങനെ പറയുന്ന ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും അവരോട് കഥാപാത്രത്തോടും അവരോടും സ്നേഹമുണ്ട് എന്ന് ഈ 2 ദിവസത്തിനിടയ്ക്ക് മനസ്സിലായി. കാരണം ഈ സത്യഭാമയുടെ ഈ ഇതുപോലുള്ള ഈ വിമർശനങ്ങൾക്കും എല്ലാം തക്കതായിട്ടുള്ള മറുപടിയുമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് വരുന്നുണ്ട് ഒക്കെയാണ് സ്നേഹശ്രീകുമാർ പറയുന്നത്. സത്യമായിട്ടും ഈ ഒരു കഥാപാത്രത്തിന് എല്ലാവരും എന്നോട് ചേർത്ത് വെച്ച കഥാപാത്രമാണ്. മറിമായം ഇഷ്ടപ്പെടാത്ത ആരുമില്ല. അതുകൊണ്ട് തന്നെ ഈ സത്യഭാമ പറയുന്ന കാര്യങ്ങളൊക്കെ എത്രത്തോളം വിലപ്പോകുമെന്നൊന്നും നമുക്കറിയില്ല. മണ്ടോദരി എന്നുള്ള ഈ ഒരു സ്നേഹശ്രീകുമാർ അറിയാത്ത ആളുകളുണ്ട്. ഈ സത്യഭാമൊക്കെ ഇപ്പൊ അറിയാൻ തുടങ്ങിയത് നമ്മൾക്ക് അറിയുന്നത് തന്നെ ഒരുപാട് ആളുകൾ അറിയുന്നത് തന്നെ ഈ RV രാമകൃഷ്ണനെ ഇവരുടെ അനാവശ്യമായിട്ട് വിമർശിച്ച ആ ഒരു ദിവസം മുതലാണ് നമ്മൾക്ക് അറിയാൻ തുടങ്ങിയത്. ഞാനൊക്കെ അറിയുന്നത് ഇതുപോലുള്ള സത്യഭാമ കേരളത്തിലുണ്ടെന്ന് തന്നെ. കുറെ വരെ മണ്ടോദരി പറയുന്നുണ്ട് ഈ സത്യഭാമ എന്ന് പറഞ്ഞ ആളെ ഇതിനു മുമ്പ് എനിക്ക് പരിചയവുമില്ല. നിങ്ങൾക്ക് മാത്രമല്ല, സ്നേഹസുകുമാർ ഈ സത്യഭാമനെ പരിചയമില്ലാത്തവരായിരുന്നു. RV രാമകൃഷ്ണനെ ഇതുപോലെ പറഞ്ഞതിന് ശേഷമാണ് ജനങ്ങൾ ഈ ഒരു സത്യഭാമനെ അറിയുന്നത് തന്നെ. പിന്നീട് സ്നേഹശ്രീകുമാർ പറയുന്നുണ്ട്, അവർ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്നും സ്നേഹശ്രീകുമാർ കലാമണ്ഡലത്തിൽ അഡ്മിഷന് വേണ്ടി പോയിട്ടില്ല എന്നും ഗുരുക്കന്മാരുടെ കീഴിൽ ആണ് ഈ കലകളെല്ലാം അഭ്യസിച്ചതെന്നുമാണ് സ്നേഹശ്രീകുമാർ പറയുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഈ ഒരു സത്യഭാമ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഇന്ത്യൻ കൾച്ചറൽ മിനിസ്ട്രിയുടെ സ്കോളർഷിപ്പോട് കൂടിയിട്ടാണ് ഈ കലകളൊക്കെ സ്നേഹശ്രീകുമാർ അഭ്യസിച്ചത് എന്നാണ് പറയുന്നത്. പ്രൊഫഷണലായിട്ട് കലാമണ്ഡലത്തിൽ വരെ ഈ തുള്ളൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നും സ്നേഹശ്രീകുമാർ പറഞ്ഞു വെക്കുന്നുണ്ട്. അക്കാഡമിക് പഠിച്ചത് അഭിനയം തന്നെയാണ് എന്നാണ് അവർ പറയുന്നത്. MA MT തിയേറ്റർ അക്കാഡമിക്കാണ് പഠിച്ചത് എന്നും സ്നേഹ പറയുന്നുണ്ട്. പഠിച്ച വിഷയത്തിൽ തന്നെയാണ് ഉപജീവനമാർഗം കണ്ടെത്തിയത് എന്നും മണ്ടോദരിയായ സ്നേഹശ്രീകുമാർ പറയുന്നു. താൻ കണക്കാണ് പഠിച്ചത്, അതുകൊണ്ട് അഭിനയിച്ചുകൂടാ എന്നൊന്നുമില്ലല്ലോ എന്ന് സ്നേഹ പറയുന്നുണ്ട്. അത് ശരിയാണ്. എന്ത് പഠിച്ചാലും, അഭിനയരംഗത്ത് എന്ത് പഠിച്ചാലും, ഏത് കോഴ്സെടുത്ത് പഠിച്ചാലും അഭിനയിച്ചുകൂടാ എന്നും ആരും പറയുന്നൊന്നുമില്ലല്ലോ. പിന്നെ സത്യഭാമയ്ക്ക് മാത്രം എന്താണ് ഈ പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അത് സ്നേഹശ്രീകുമാർ പറഞ്ഞ പോലെ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ട് എന്നാണ് തോന്നുന്നു. കൂടാതെ താൻ ബിസിനസ് കൂടി ചെയ്യുന്നുണ്ട്. അതും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ വളരെ വിജയകരമായിട്ട് അത് ചെയ്യുന്നുണ്ട് എന്നും അവർ പറയുന്നുണ്ട്. സ്നേഹശ്രീകുമാർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ സത്യഭാമ പറഞ്ഞതിൽ ഒന്നും ശരിയല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവർ കലാമണ്ഡലത്തിൽ പോയിട്ടുമില്ല, ഗുരുക്കന്മാരുടെ കീഴിലാണ് അഭ്യസിച്ചതെന്നും പറയുന്നുണ്ട്. അപ്പൊ പിന്നെ അത് കിട്ടാത്തത് കൊണ്ടാണ് ഇത് എടുത്തത്, ഇത് കിട്ടാത്തത് കൊണ്ടാണ് അത് എടുത്തത് എന്ന് പറയുന്നതിനൊക്കെ എന്താണ് കാര്യമുള്ളത്? അതിലൊന്നും സത്യമില്ല എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായി. അപ്പോ ഓരോ ആളുകൾ ഇതേപോലെ ഒരു വിവാദ പരാമർശം നടത്തുന്ന സമയത്ത് ഇവരുടെ യഥാർത്ഥത്തിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മണ്ടോദരി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ്. ഇപ്പോഴും ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഈ സ്നേഹശ്രീകുമാർ. അപ്പോ സത്യഭാമ, ഇനി ഞങ്ങൾ നിങ്ങളുടെ അടുത്ത ആളെ ഇതേപോലെ പറയുന്നതും കാത്തിരിക്കും കേട്ടോ.